നേരത്തെ സൂചിപ്പിച്ചു ആറ്റിങ്ങലിൽ ആയിരുന്നു ബിജെപിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിയതെങ്കിൽ ഇത്തവണ ആലപ്പുഴയിൽ അതേ ശോഭാ സുരേന്ദ്രൻ എന്ത് ഫാക്ടർ ആയിരിക്കും, ഏത് തരത്തിലായിരിക്കും വോട്ടുകളെ സ്വാധീനിക്കുക, വോട്ട് ഷെയറിംഗിൽ എന്ത് മാറ്റം വരുത്തും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇരു മുന്നണികളും അവസാന മണിക്കൂറുകളിലും വെച്ചു പുലർത്തുന്ന മണ്ഡലം ദേശീയ നേതാവിനെ തന്നെ കോൺഗ്രസ് തിരികെ കൊണ്ടുവന്ന് മാറ്റുരയ്ക്കുന്നു. കനൽ ഒരു തരിയായ AM ആരിഫ് തന്നെ വീണ്ടും മാറ്റുരയ്ക്കുന്ന മണ്ഡലത്തിൽ ഏത് അവസ്ഥയിലുള്ള ഒരു പ്രചാരണത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ആലപ്പുഴ എത്രത്തോളം വീറും വാശിയും നിറഞ്ഞതായിരുന്നു സജിത്? ആലപ്പുഴ ഒരുപക്ഷെ CPM-ന് ഇത്തവണ ഈസിയ വാക്ക് ഓവർ എന്ന് തുടക്കത്തിൽ തോന്നിപ്പിച്ച ഇടമാണ്. കാരണം സിറ്റിംഗ് ഇടമാണ്, CPM-ന്റെ ശക്തി മേഖലയാണ്, തൊഴിലാളി പാരമ്പര്യമൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. കഴിഞ്ഞ തവണ ഈ UDF തരംഗത്തിനിടയിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു CPM-ന്റെ അവിടെ. പക്ഷേ 10,000-ഓളം ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. UDF-ന് 4,35,000 വോട്ട് ലഭിച്ചു. LDF-ന് 10,000 വോട്ടിന്റെ അധിക വോട്ട് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ആകെ വോട്ടർമാർ 14 ലക്ഷമാണ്. സ്ത്രീകൾ 7 ലക്ഷം, പുരുഷന്മാർ 6 ലക്ഷം. ട്രാൻസ്ജെൻഡർ വോട്ടറുകൾ 9 പേരുണ്ട്. കന്നി വോട്ടർമാർ 23,898. ശ്രദ്ധിക്കേണ്ടതാണ്, കന്നി വോട്ടർമാർ എങ്ങോട്ട് ഇവരാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയുടെ വിധി നിർണ്ണയിക്കുക. അങ്ങനെ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് ഇപ്പോഴും ആലപ്പുഴ. പക്ഷേ KC വേണുഗോപാലിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് വിജയിച്ചു കയറുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും ഇന്നലകളും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ആവേശക്കാഴ്ചയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരണ്യയിലേക്ക് പോകാം. ശരണ്യ ചേരുന്നു. ശരണ്യ, ആലപ്പുഴ നമുക്കറിയാം ഇന്നലെ അടക്കം വിവാദത്തിൽ നിറഞ്ഞത് ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതിന്റെ മറുപടിയുമാണ്. അവസാന ദിവസം 2 ദിവസം ശേഷിക്കെ ഇനിയും നമുക്ക് ചില ട്വിസ്റ്റുകൾ ആലപ്പുഴയുടെ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? എന്താണ് ആലപ്പുഴ പറയുന്ന രാഷ്ട്രീയം? ശരണ്യ. അതായത് ഏറ്റവും ഒടുവിൽ ശരണ്യ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശരണ്യയിലേക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ അവസാന നിമിഷം വിവാദങ്ങളിൽ കൂടി ഇളകി മറിയുകയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രന് നേരെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം 10 ലക്ഷം രൂപ കൈപ്പറ്റി എന്നത്, അതിന് ശോഭാ സുരേന്ദ്രൻ നൽകുന്ന മറുപടി, ആ മറുപടിയോടൊപ്പം തന്നെ ശോഭ ചേർത്ത് വെക്കുന്ന, അതായത് ഇടതുപക്ഷത്തെ ഒരു പ്രമുഖനെ BJP-യിലേക്ക്, അതായത് തലപ്പൊക്കത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവിനെ എത്തിക്കാൻ ദല്ലാൽ നടത്തി ഇടപെടൽ ഉൾപ്പെടെ. അതാണ് ശരണ്യ, ഈ അവസാന നിമിഷത്തെ വിവാദങ്ങൾ അത് ആലപ്പുഴയുടെ രാഷ്ട്രീയത്തെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? ഒപ്പം ശരണ്യ നിൽക്കുന്നത് എവിടെ? അവിടുത്തെ രാവിലത്തെ പ്രചരണ ആവേശം അതെങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ഞാനുള്ളത് ആലപ്പുഴയിലെ കാർമൽ ഗ്രൗണ്ടിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ അമിത്ഷാ ഇവിടെ എത്തും. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അതിന്റെ കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ അവസാനത്തിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ തന്നെ ആലപ്പുഴയിൽ കൊണ്ടിറക്കി അത്തരമൊരു മത്സരത്തിലേക്ക് അവർ കടക്കാനായാണ് ശ്രമിക്കുന്നത്. എന്തായാലും വലിയ ആവേശകരമായ മത്സരമുള്ള ഒരു ജില്ല, ഒരു മണ്ഡലം എന്ന് തന്നെ ആലപ്പുഴയെ നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യഘട്ടം മുതൽ തന്നെ വൻ ട്വിസ്റ്റുകളായിരുന്നു ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ AM ആരിഫുടെ, അതായത് സിറ്റിംഗ് സീറ്റ് ആലപ്പുഴയിൽ നമുക്കറിയാം CPM-ന് ഇടതുപക്ഷത്തിന് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു ആലപ്പുഴ. ആ സിറ്റിംഗ് സീറ്റ് AM ആരിഫ് തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ LDF അവരുടെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ആ പ്രചരണം തുടങ്ങി കഴിയുമ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്, KC വേണുഗോപാൽ മത്സരിക്കുമോ, അത്തരം ആശങ്കകൾ നിലനിന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പട്ടികകൾ പലതും UDF-ന്റേതായി വന്നെങ്കിലും ഏറ്റവും ഒടുവിലാണ് KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രൻ NDയുടെ സ്ഥാനാർത്ഥിയായി വരിക കൂടി ചെയ്തതോടെ ആലപ്പുഴ തീപാറുന്ന ഒരു പോരാട്ട ചൂടിലേക്ക് മാറി എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടങ്ങളിൽ തന്നെ കരിമണലടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. ഒരു പടി കൂടി കടന്ന് ശോഭാ സുരേന്ദ്രൻ സർക്കാരിനെതിരെ കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധേയമായ ഇവിടെ പ്രചരണ രംഗത്ത് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതായിരുന്നു. ആ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ നമുക്കറിയാം ആലപ്പുഴയിൽ ചില കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. അതായത് KC വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം, തനിക്കെതിരെ മാനനഷ്ട കേസ്, അതായത് കരിമണലടക്കമുള്ള വിവാദങ്ങൾ ഉയർത്തിവിട്ടത്, അത് ആ വിഷയത്തിൽ മാനനഷ്ട കേസ് നൽകിക്കൊണ്ടായിരുന്നു KC കോടതിയിലേക്ക് എത്തിയത്. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണ
ആരോപണങ്ങളും ഒക്കെയായി പ്രചരണം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ NDA കൃത്യമായി അവരുടെ ഒരു പ്രചാരണ രീതിയും അവരുടെ ഒരു സ്വാധീനവും ആലപ്പുഴയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലായി അവർക്ക് വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമായി തന്നെ പ്രകടമാണ്. അത് തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് തോട്ടപ്പള്ളി മുതൽ വലിയഴിക്കൽ വരെയുള്ള ഇടത് വലത് കോട്ടകളായിരുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലേക്ക് അവരുടെ സ്വാധീനം വലിയ തോതിൽ ധീവര സമുദായത്തിനിടയിൽ വലിയ തോതിൽ അത്തരം ഒരു സ്വാധീനം കൊണ്ടുവരാനായി NDAക്ക് കഴിഞ്ഞു, ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ മാറ്റം, പ്രത്യക്ഷമായ മാറ്റം തന്നെ തീരദേശങ്ങളിലുണ്ട്. പക്ഷെ വടക്കൻ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ കായലോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലും അത്ര സ്വാധീനമില്ലെങ്കിലും തെക്കൻ മേഖലയിലെ തീരദേശത്ത് വലിയ സ്വാധീനം NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമാകും, ആരെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ രീതിയിലേക്ക് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് മാറുന്നു. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലും കൃത്യമായ നിലപാട് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മാസ കാലയളവിലായി മൗനം പാലിക്കുകയായിരുന്നു. കൃത്യമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ തയ്യാറായില്ല. ഒടുവിൽ വെള്ളാപ്പള്ളി നമ്മളോട് മനസ്സ് തുറന്നു. ഒപ്പം തന്നെ SNDPയുടെ നിലപാട് എന്ത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. അതായത് ശോഭ ഈഴവ സ്ഥാനാർത്ഥി എന്ന ഒറ്റ വരിയിൽ തന്നെ അടിവരയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ മനസ്സ് എങ്ങോട്ടാണ് എന്ന് വെള്ളാപ്പള്ളിയും SNDP യൂണിയനും അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ട്വിസ്റ്റാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. വാശിയേറിയ പ്രചരണം ഒരു മുന്നണികൾക്കും വിട്ടുകഴിയാൻ കഴിയില്ല. ഇപ്പോഴും ഇടത് വലത് മുന്നണികൾ തമ്മിലാണ് മത്സരമെന്ന് പറയുമ്പോഴും ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ അത് ആരെ ബാധിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമായി പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തീരദേശങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആരുടെ വോട്ടുകളാണ് പോകുന്നതെന്ന് പോലും പറയാൻ കഴിയില്ല. SNDP ഫാക്ടർ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വലിയ കടുപ്പമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് KCയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ കോൺഗ്രസിന് ഒരല്പം പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, അവരുടെ കുറെ നാളിന് ശേഷം ആലപ്പുഴയ്ക്ക് വിജയപ്രതീക്ഷ നൽകിയ ഒരു സ്ഥാനാർത്ഥി, അത് KCയുടെ മടങ്ങിവരവിലൂടെ ആ ഒരു ആവേശം കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കുമായാണ് LDF മുന്നോട്ട് പോകുന്നത്. അടിത്തട്ടിൽ സ്ക്വാഡ് പ്രവർത്തനം ഉൾപ്പെടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത രീതിയിൽ വളരെ ചിട്ടയായ പ്രവർത്തനവുമായാണ് LDF ആലപ്പുഴ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യക്ഷത്തിൽ വലിയ കോലാഹലങ്ങളൊന്നും LDFിനില്ലെങ്കിലും വളരെ ചിട്ടയായ പ്രവർത്തനം, വളരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, അതും വളരെ കർശനമായി തന്നെ ഓരോ മേഖലകളിലും അവരും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആലപ്പുഴയിലെ പോരാട്ടം അത് വളരെ വലിയ സസ്പെൻസ് ആണ്. ശരി, വീറും വാശിയുമേറിയ പോരാട്ടം ആണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അതിന്റെ കൊട്ടിക്കലാശം കൂടിയാണ്. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ പൂരത്തെ പോലെ ആവേശകരമായിരിക്കും. ആ തൃശൂർ പൂരത്തിന്റെ അവസാനം എന്നത് ഉപചാരം ചൊല്ലി പിരിയിലാണെങ്കിലും അതിന്റെ ആവേശക്കാഴ്ചയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത് വെടിക്കെട്ടാണ്. ഒരുപക്ഷെ സജിത്ത്, അത്തരം ചില വെടിക്കെട്ടുകൾ ഇന്ന് കേരളത്തിൽ സാധ്യതയില്ലേ? ഇതാ ഇപ്പോൾ അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ ഉണ്ട്. മല്ലികാർജുൻ ഖാർഗെ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ ഉണ്ട്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ പറയുന്നതിനേക്കാൾ വലിയ വെടിക്കെട്ടുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും പ്രസക്തമാകില്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ അവസാന നിമിഷം, അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകൾ ടിസ്റ്റോട് ടിസ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമായിരുന്നു പ്രധാന ആയുധമെങ്കിൽ, അല്ലെങ്കിൽ കടന്നാക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രതിയോഗിയെങ്കിൽ, ഇത്തവണ ചിത്രം മാറുന്നു. കേരളത്തിൽ ഇടതുപക്ഷം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മറുപടിയായി കോൺഗ്രസും കളത്തിലിറങ്ങുമ്പോൾ ടിസ്റ്റോട് ടിസ്റ്റാണ് സംഭവിക്കുന്നത്. അങ്ങനെ പല നീക്കങ്ങളുമുണ്ട്. അമിത്ഷാ എന്തായാലും കേരളത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി നമുക്ക് കാത്തിരിക്കാം. വേഗത്തിൽ